ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് മോൾഡിംഗ് ടെക്നിക്സ് കണ്ടിരുന്നു. കംപ്രഷൻ മോൾഡിങ്, ഇഞ്ചക്ഷൻ മോൾഡിങ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ബ്ലോ മോൾഡിങ്, അതുപോലെ എന്താണ് റൊട്ടേഷണൽ മോൾഡിങ്. ഈ രണ്ടെണ്ണമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ബ്ലോ മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ? ബ്ലോ മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഹോളോ ആർട്ടിക്കിൾസ്, ഉള്ളിൽ പൊള്ളയായിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ഹോളോ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ എക്സാമ്പിൾസ് നമുക്ക് പറയാം ബോട്ടിൽസ്, കണ്ടെയ്നേഴ്സ്. അപ്പോൾ അതുപോലെയുള്ള പ്രോഡക്ട്സ് ഉള്ളിലിങ്ങനെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഹോളോ ആർട്ടിക്കിൾസ് ഉണ്ടാക്കാനുള്ള മെത്തേഡാണ് ബ്ലോ മോൾഡിങ്. അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് എ പെർഫോം കോൾഡ് പാരിസൺ. അപ്പോൾ പാരിസൺ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പേജിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നോക്കൂ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മോൾഡ്. ഈ നടുക്കിൽ നിൽക്കുന്ന ഈ ഒരു റോഡ് പോലത്തെ സാധനമില്ലേ, അതാണ് പാരിസൺ. ഈ പാരിസിൻ്റെ മുകളിലേക്ക് നമ്മൾ എയറോ എന്തെങ്കിലുമൊക്കെ നിറച്ച് ഈ പാരിസനാണ് ഈ ബോർഡിൻ്റെ ഉള്ളിൽ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എയറോ എന്തെങ്കിലുമൊക്കെ ബ്ലോ ചെയ്തിട്ട് നമുക്ക് എന്ത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൻ്റെ ഫോമിലേക്ക് അതിനെ നമ്മൾ മാറ്റും. ബ്ലോ ചെയ്തിട്ട്, എയർ എങ്ങാനും ബ്ലോ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അപ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പോൾ പാരിസൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഷേപ്പിലുള്ള ഒരു മെറ്റീരിയലിനെയാണ്. ഓക്കെ, സോ the Paddison is made either by extrusion or by injection molding. അപ്പോൾ എക്സ്ട്രൂഷൻ മോൾഡിങ്ങോ ഇഞ്ചക്ഷൻ മോൾഡിങ്ങോ വഴി അത്തരത്തിലുള്ള റോഡ് പോലത്തെ ഒരു പാരിസിനെ നമ്മൾ ഉണ്ടാക്കുന്നു. നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സബ്സ്ട്രേറ്റ് ആണത്. എന്നിട്ട് ഈ പാരിസിനെ പിന്നീട് നമ്മൾ മോൾഡിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നു. ആൻഡ് ബ്ലോൺ ടു കൺഫേം ദ ഷേപ്പ് ഓഫ് ദ മോൾഡ്. എന്നിട്ട് അതിലേക്ക് എയറോ അങ്ങനെ എന്തെങ്കിലും ബ്ലോ ചെയ്യുന്നു. എയറോ അല്ലെങ്കിൽ സ്റ്റീമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഈ പാരിസിൻ്റെ ഉള്ളിലേക്ക് ബ്ലോ ചെയ്യുന്നത്. മോൾഡിനുള്ളിൽ നമ്മൾ പാരിസിന് വെക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എയറോ അല്ലെങ്കിൽ സ്റ്റീമോ ഒക്കെ ബ്ലോ ചെയ്യുന്നു. അങ്ങനെ ബ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പാരിസിന് മോൾഡിൻ്റെ ആ ഷേപ്പ് കിട്ടുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നോക്കൂ, ഇത് ഒരു 2 പീസസ് ഉള്ളൊരു മോൾഡാണ്. ഈ മോൾഡിൻ്റെ ഉള്ളിലത്തെ ഷേപ്പ് ഇതാണ്. അപ്പോൾ പാരിസൺ നമുക്കിതാ ഈ പോർഷനെയാണ് പാരിസൺ എന്ന് പറയുന്നത്. ഈ പോർഷൻ നമ്മൾ ഈ മോൾഡിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് അതിലേക്ക് എയറോ അല്ലെങ്കിൽ സ്റ്റീമോ ഒക്കെ ബ്ലോ ചെയ്തു. അപ്പോൾ ബ്ലോ ചെയ്യുമ്പോൾ ഈ പാരിസൺ ഇങ്ങനെ ആ മോൾഡിൻ്റെ അതേ ഷേപ്പായിട്ട് വരുന്നു. എന്നിട്ട് നമുക്ക് പ്രോഡക്റ്റിനെ പുറത്തേക്ക് എടുക്കാനായിട്ട്, ആ ഷേപ്പിലുള്ള പ്രോഡക്റ്റിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, so based on the techniques used for the preparation of the Parisson, blow molding is categorized into different types. അതായത് നമ്മൾ ഈ പാരിസൺ ഉണ്ടാക്കാൻ വേണ്ടി ഏത് മെത്തേഡാണോ യൂസ് ചെയ്തത് അതനുസരിച്ച് ബ്ലോ മോൾഡിങ്ങിനെ 3 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് മാറ്റിയിട്ടിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തതാണ് എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിങ്, then second type injection blow molding, and the third type is stretch blow മോൾഡിങ്. ഇങ്ങനെ 3 ടൈപ്പാണ്. ഏതൊക്കെയാണ് ടൈപ്പ്? എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിങ്, ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിങ് ആൻഡ് സ്ട്രെച്ച് ബ്ലോ മോൾഡിങ്. അപ്പോൾ ഇനി 3 മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിങ് യൂസസ് ആൻ എക്സ്ട്രൂഡർ ഡൈ ടു പ്രിപ്പയർ ദി പാരിസൺ. As soon as the Parisson is extruded, the mold closes around it. Immediately, air is injected into the Parisson using a blow pin. The Parisson expands and assumes the shape of the mold. The mold then opens to eject the product. അപ്പം നമ്മളൊരു എക്സ്ട്രൂഡർ ഡൈയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമ്മൾ പാരിസൺ ഉണ്ടാക്കുന്നു. എന്നിട്ട് പാരിസനെ നമ്മൾ മോൾഡിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നു. മോൾഡിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് എയറിനെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു യൂസിങ് എ ബ്ലോ പിൻ. അപ്പോൾ പാരിസൺ അതിൻ്റെ ഉള്ളിൽ കിടന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. എന്നിട്ട് അത് മോൾഡിൻ്റെ ഒരു ഷേപ്പ് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് ആ മോൾഡിൻ്റെ ഉള്ളിലത്തെ ഷേപ്പ് എന്താണോ അതാണ് പാരിസൺ അസ്യൂം ചെയ്യുന്നത്. അതിനുശേഷം മോൾഡിനെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ മോൾഡിൻ്റെ ഷേപ്പിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിംഗ് എന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിംഗ് എങ്ങനെയാണ് നടത്തുക?
അതായത് പാരിസൺ ഈസ് ഫോംഡ് ബൈ ഇൻജെക്റ്റിംഗ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ദ മെൽറ്റ് ഇൻ ടു എ ക്ലോസ്ഡ് മോൾഡ്. ക്ലോസ് ചെയ്ത ഒരു മോൾഡിൻ്റെ ഉള്ളിലേക്ക് ഒരു ഡെഫിനിറ്റ് എമൗണ്ട്, ഒരു ഡെഫിനിറ്റ് മാസ് ഓഫ് ദ മെൽറ്റ് നമ്മൾ ആ ക്ലോസ്ഡ് മോൾഡിൻ്റെ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ പാരിസൺ ദസ് ഫോംഡ്, ഇങ്ങനെ ഉണ്ടാക്കിയ പാരിസൺ ദെൻ ട്രാൻസ്ഫേർഡ് ഇൻ ടു എ ബ്ലോവിങ് മോൾഡ്. നമ്മൾ നേരത്തെ കണ്ടില്ല, ഇപ്പോൾ തന്നെ കണ്ട ബ്ലോവിങ് മോൾഡിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എയറോ അല്ലെങ്കിൽ സ്റ്റീമോ ഒക്കെ നിറച്ച് ആ മോൾഡിൻ്റെ അതേ ഷേപ്പാക്കി മാറ്റുന്നു. ഓക്കെ, then this process is more popular and extensively used for small and medium sized product. അപ്പോൾ ഈ മെത്തേഡ് വളരെ പോപ്പുലറാണ്. ഈ മെത്തേഡ് എക്സ്റ്റെൻസീവ്ലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? സ്മോൾ സൈസ് അതുപോലെ മീഡിയം സൈസ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള മെത്തേഡാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? പാരിസൺ ഈസ് ഫോംഡ്. പാരിസൺ ഉണ്ടാക്കുന്നത് തന്നെ നമ്മളൊരു ഡെഫിനിറ്റ് മാസ് മെൽറ്റ് ഒരു ക്ലോസ്ഡ് മോൾഡിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ്. അതിനുശേഷം അങ്ങനെ നമ്മൾ പാരിസൺ ഉണ്ടാക്കി, പാരിസനെ പിന്നീട് നമ്മൾ ബ്ലോവിങ് മോൾഡിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നു. എന്നിട്ട് ആ മോൾഡിൻ്റെ ഏത് ഷേപ്പാണോ അവിടെ ഉള്ളത് അത് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എയറോ അല്ലെങ്കിൽ സ്റ്റീമോ ഒക്കെ നമ്മൾ ബ്ലോ ചെയ്യുന്നു. ഈ മെത്തേഡ് കൂടുതൽ പോപ്പുലറും ആണ്, കൂടുതലായിട്ട് എക്സ്റ്റെൻസീവ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ മേക്കിംഗ് സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് പ്രോഡക്ട്സ്. ഓക്കെ, ദെൻ ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിങ്. ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിങ്ങും എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിങ്ങും ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ അഡ്വാൻറ്റേജ്, ഏതാണ് ബെറ്റർ എന്നുള്ളത് ഒരു കമ്പാരിസൺ ആണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിങ് ഹാസ് മെനി അഡ്വാൻറ്റേജസ് ഓവർ എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിങ്. അപ്പോൾ എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിനേക്കാളും വളരെയധികം അഡ്വാൻറ്റേജസ് ഏതിനുണ്ട്? ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിങ്ങിനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിങ്ങിൽ ഒരു വെയിറ്റ് കൺട്രോള്, പ്രോഡക്റ്റിൻ്റെ വെയിറ്റ് കൺട്രോള് നടക്കുന്നുണ്ട്. മാത്രമല്ല വളരെ കുറവ് വേസ്റ്റാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ദിസ് പ്രോസസ്, ദാറ്റ് ഈസ് ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിങ് ഹാസ് ബെറ്റർ റീപ്രൊഡ്യൂസിബിലിറ്റി ആൻഡ് ഗിവ്സ് ബെറ്റർ ഫിനിഷ് ടു ദ പ്രോഡക്റ്റ്. അപ്പോൾ ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിങ് വഴി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് അതിന് ബെറ്റർ വെയിറ്റ് കൺട്രോളും അച്ചീവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അവിടെ ലെസ് വേസ്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിനെ ബെറ്റർ, അത് നമുക്ക് കൂടുതൽ പ്രാവശ്യം നമുക്ക് നമുക്ക് വീണ്ടും കൂടുതൽ മെറ്റീരിയൽസ് നമുക്ക് ഇതുവഴി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഉണ്ടാക്കിയ പ്രോഡക്റ്റിന് നല്ല ഫിനിഷിങ്ങും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിംഗ് ആണ് കൂടുതൽ അഡ്വാൻറ്റേജസ് ദാൻ എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിംഗ്. ഇനി അതിൽ തന്നെ മൂന്നാമത്തെ ബ്ലോ മോൾഡിംഗ് മെത്തേഡ് നമ്മൾ നോക്കേണ്ടിയിരുന്നു, സ്ട്രെച്ച് ബ്ലോ മോൾഡിംഗ്. അതെന്താണെന്ന് നോക്കാം. ഇൻ സ്ട്രെച്ച് ബ്ലോ മോൾഡിംഗ് ദ പ്ലാസ്റ്റിക് ഈസ് ഗിവൺ എ ബയാക്സിയൽ സ്ട്രെച്ചിങ്. അതായത് ഇത്തരത്തിലുള്ള ഈ സ്ട്രെച്ച് ബ്ലോ മോൾഡിംഗ് എന്ന് പറയുമ്പോൾ പല ഡയറക്ഷനിലേക്ക് റേഡിയൽ സ്ട്രെച്ചിങ് അതുപോലെ ബയാക്സിയൽ സ്ട്രെച്ചിങ് ഒക്കെ നടക്കുകയാണ് നമ്മുടെ മോളിക്യൂളിനെ. അപ്പോൾ ആ ഒരു മോളിക്യൂളിന് അത്തരത്തിലുള്ളൊരു ഓറിയൻറ്റേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ വെർട്ടിക്കൽ സ്ട്രെച്ചിങ്, റേഡിയൽ സ്ട്രെച്ചിങ് ഇതുവഴിയൊക്കെ ഉണ്ടാക്കുന്ന പാരിസനാണ്. അപ്പോൾ അതിനെ അത്തരത്തിലുള്ള മെത്തേഡ് സ്ട്രെച്ചിങ് വഴി ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ സ്ട്രെച്ച് ബ്ലോ മോൾഡിംഗ് എന്ന് പറയുന്നത്. So in stretch blow molding, the plastic is given a biaxial stretching which introduces a high amount of molecular orientation. As a result, the product gets a higher strength and physical properties. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സ്ട്രെച്ച് ബ്ലോ മോൾഡിങ്ങിൽ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ പ്ലാസ്റ്റിക്കിന് ബയാക്സിയൽ സ്ട്രെച്ചിങ് കൊടുക്കുന്നു. അപ്പോൾ ആ സാധനത്തിന് മോളിക്കുലർ ഓറിയൻറ്റേഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നല്ല സ്ട്രെങ്ത്തും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെയുള്ള പ്രോഡക്റ്റിനെയാണ് ഈ മെത്തേഡ് വഴി കിട്ടുന്നത്. ഇതിൽ പാരിസിന് നമ്മൾ ഒരു വെർട്ടിക്കൽ സ്ട്രെച്ചിങ് ആണ് കൊടുക്കുന്നത് ബൈ മീൻസ് ഓഫ് ബ്ലോവിങ് വഴി നമ്മൾ നമ്മുടെ പാരിസൺ ഉണ്ടല്ലോ അതിന് ഒരു മെക്കാനിക്കൽ സ്ട്രെച്ചിങ് വെർട്ടിക്കൽ സ്ട്രെച്ചിങ് കൊടുക്കുന്നു. ആൻഡ് വെൻ എയർ ഈസ് ബ്ലോൺ ദ പ്ലാസ്റ്റിക് ഗെറ്റ്സ് എ റേഡിയൽ സ്ട്രെച്ചിങ്. അപ്പോൾ ആദ്യം തന്നെ വെർട്ടിക്കൽ സ്ട്രെച്ചിങ് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് എയർ നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പ്ലാസ്റ്റിക് മെറ്റീരിയലിന് എന്ത് സംഭവിക്കുന്ന ഒരു റേഡിയൽ സ്ട്രെച്ചിങ് നടക്കുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് പ്ലാസ്റ്റിക്കിന് ഒരു ബയാക്സിയൽ സ്ട്രെച്ചിങ് നടക്കുന്നുണ്ട് എന്ന് പറയാം അല്ലേ. രണ്ട് ആക്സിസിലും വെർട്ടിക്കലിലും റേഡിയലിലും ഒക്കെ സ്ട്രെച്ചിങ് സംഭവിച്ചു. അതായത് ഒരു ബയാക്സിയൽ സ്ട്രെച്ചിങ് ആണ് അവിടെ സംഭവിക്കുന്നത്. ബയാക്സിയൽ സ്ട്രെച്ചിങ്ങും അതുവഴി ഒരു മോളിക്യൂളിന് ഒരു ഓറിയൻറ്റേഷനും കിട്ടുന്നുണ്ട്.
So the stretching process also offers considerable cost saving and improvement in properties such as higher impact strength, reduced creep and good clarity. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽസിനെ അത് ഉണ്ടാക്കാൻ വളരെ കോസ്റ്റ് ഇഫക്റ്റീവാണ്. മീൻസ് അധികം കോസ്റ്റ് ആവശ്യമില്ല, കോസ്റ്റ് സേവിങ് സംഭവിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ സ്ട്രെങ്ത്ത്, ക്രീപ്പ് കുറവായിരിക്കും. നല്ല ക്ലാരിറ്റി ഉള്ള മെറ്റീരിയൽസാണ് ഇതുവഴി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദെൻ മോർ ഓവർ റെസിൻ സേവിങ് അപ് ടു 40% ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ദിസ് കേസ്. ഇപ്പോൾ വേസ്റ്റൊക്കെ വരുന്നത് വളരെ കുറവാണ്. 100 അതായത് റെസിനെ നമുക്ക് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുന്നു. മീൻസ് മിനിമം മെറ്റീരിയൽസ് കൊണ്ട് മാക്സിമം പ്രോഡക്റ്റ്സ് നമുക്ക് ഉണ്ടാക്കി മാറ്റാനായിട്ട് വേസ്റ്റ് വളരെ കുറവായിരിക്കും. ആൻഡ് ദിസ് മെത്തേഡ് ഈസ് ലാർജ്ലി യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽസ്. നമ്മുടെ പെറ്റ് ബോട്ടിൽസൊക്കെ ഇല്ലേ, നമുക്ക് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നമ്മൾ മേടിക്കുന്ന ബോട്ടിൽസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുപ്പി, അങ്ങനത്തെ ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽസിൻ്റെയൊക്കെ മാനുഫാക്ചറിനാണ് ഇത്തരത്തിലുള്ള മെത്തേഡ്സ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. And the PET bottles for carbonated drinks are also manufactured by this method. Then different types of thermoplastics like PE, PP, PVC, PET and PS are used for blow molding. ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്സൊക്കെ തെർമോപ്ലാസ്റ്റിക്സൊക്കെ ഉണ്ടാക്കുന്നത് ബ്ലോ മോൾഡിംഗ് വഴിയാണ്. ആൻഡ് ദ പ്ലാസ്റ്റിക് യൂസ്ഡ് ഫോർ ബ്ലോ മോൾഡിംഗ് മസ്റ്റ് പൊസസ് ഹൈ മെൽറ്റ് സ്ട്രെങ്ത്. അത്തരത്തിലുണ്ടാക്കുന്ന പ്ലാസ്റ്റിക്സിനെ ഹൈ മെൽറ്റ് സ്ട്രെങ്ത് വേണം എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ. And the blow molding is used for the production of bottles, toys, gas tanks, cases, drums and flexible bottles. ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബ്ലോ മോൾഡിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ബ്ലോ മോൾഡിങ്ങിൽ കണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ബ്ലോ മോൾഡിങ്ങിൽ? നമ്മൾ ആദ്യം പറഞ്ഞു ഹോളോ ആർട്ടിക്കിൾസ് ഉണ്ടാക്കാനാണ്. അതുപോലെ പാരിസൺ എന്നുള്ള സാധനമാണ് ഇവിടെ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. ഈ പാരിസൺ തന്നെ നമുക്ക് പല പല മെത്തേഡുകൾ വഴി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിലത്തെ മെത്തേഡുകളാണ് പറഞ്ഞത്. എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിംഗ്, ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിംഗ്, സ്ട്രെച്ച് ബ്ലോ മോൾഡിംഗ്. അപ്പോൾ ഇതുവരെ ഈ മെത്തേഡ്സൊക്കെ വഴി ഉണ്ടാക്കിയ പാരിസൺ നമ്മൾ ഈ മോൾഡിൻ്റെ ഉള്ളിൽ വെക്കുന്നു. എന്നിട്ട് അവിടേക്ക് എയറോ അല്ലെങ്കിൽ സ്റ്റീമോ ഒക്കെ ബ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ മോൾഡിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ കിട്ടുന്നു. അപ്പോൾ ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. പിന്നെ ഈ 3 മെത്തേഡ്സ്, ഇതിലത്തെ പാരിസൺ ഉണ്ടാക്കുന്ന 3 മെത്തേഡുകൾ, എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിംഗ്, ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിംഗ്, അതുപോലെ സ്ട്രെച്ച് ബ്ലോ മോൾഡിംഗ്, അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, നമ്മൾ പെറ്റ് ബോട്ടിൽസ്, അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സുള്ള ബോട്ടിൽസൊക്കെ ഇതുവരെയാണ് ഉണ്ടാക്കുന്നത്. ദെൻ അതുപോലെ ബോട്ടിൽസ്, ടോയ്സ്, ഗ്യാസ് ടാങ്ക്സ്, കേസസ്, ഡ്രംസ്, ഫ്ലെക്സിബിൾ ബോട്ടിൽസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്ത് വഴിയാണ്? ഈ മെത്തേഡ് വഴിയാണ്. നെക്സ്റ്റ് മെത്തേഡാണ് റൊട്ടേഷണൽ മോൾഡിംഗ് അല്ലെങ്കിൽ റൊട്ടേഷണൽ കാസ്റ്റിംഗ് അല്ലെങ്കിൽ റോട്ടോ മോൾഡിംഗ് എന്നൊക്കെ പറയും. അത് കുറച്ചുകൂടി സിമ്പിൾ പഠിക്കാനായിട്ട് ഈ നോട്ടിലായിട്ടാണ് മനസ്സിലായത്. ഇത് കുറച്ചും കൂടി മനസ്സിലാക്കാനും എഴുതാനൊക്കെ റിപ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ ഭാഗം. നോക്കൂ, അപ്പോൾ ഇതാണ് നമ്മുടെ റൊട്ടേഷണൽ മോൾഡിങ്ങിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതൊരു ഇൻലെറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ, ഇതാണ് മോൾഡ്. ഇപ്പോൾ ഇൻലെറ്റിൽ കൂടെ നമ്മുടെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ മോൾഡിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി ഇതിൽ ഒരു പ്രൈമറി ആക്സിസ് ഉണ്ട്. ഇതാണ് പ്രൈമറി ആക്സിസ്. ഇങ്ങനെയുള്ള ആക്സിസാണ് പ്രൈമറി ആക്സിസ്. ഇതാണ് പ്രൈമറി ആക്സിസ്. അതുപോലെ സെക്കൻഡറി ആക്സിസ് ഉണ്ട്. ഇതാണ് സെക്കൻഡറി ആക്സിസ്. അപ്പോൾ ഈ പ്രൈമറി ആക്സിസിലും ഇങ്ങനെ റൊട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. പ്രൈമറി ആക്സിസിൽ റൊട്ടേഷൻ സംഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ആക്സിസിലും റൊട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള റൊട്ടേഷനും സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കൂടെ ഫ്ലൂയിഡ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് ഔട്ട്ലെറ്റിൽ കൂടെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻലെറ്റ് ഉണ്ട്, ഇത് മോൾഡാണ്. പ്രൈമറി ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നതുണ്ട്, സെക്കൻഡറി ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നതുണ്ട്, പ്രഷറൈസിങ് ലിക്വിഡ് ഉണ്ട് ഇവിടെ, എന്നിട്ട് ഔട്ട്ലെറ്റ് ഉണ്ട്. അതിൽ കൂടെ നമുക്ക് നമ്മളുണ്ടാക്കിയ പ്രോഡക്റ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ടും സാധിക്കുന്നു.
ഇനി ഇതിൽ പറയേണ്ട പോയിൻറ്റ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ റൊട്ടേഷണൽ മോൾഡിങ്ങിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? റൊട്ടേഷണൽ കാസ്റ്റിംഗ് എന്നും പറയുന്നുണ്ട്, അല്ലെങ്കിൽ റോട്ടോ കാസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ റോട്ടോ മോൾഡിംഗ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ റോട്ടോ കാസ്റ്റ് എന്നും പറയുന്നുണ്ട്. സോ ഹോളോ ആർട്ടിക്കിൾസ് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, സച്ച് ആസ് ബോൾസ്, ഡോൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് പ്രോസസ്. The apparatus has a provision to rotate the mold simultaneously along primary and secondary axis. നേരത്തെ പറഞ്ഞു, ഒരു പ്രൈമറി ആക്സിസും ഉണ്ട്, സെക്കൻഡറി ആക്സിസും ഉണ്ട്. അപ്പോൾ ഈ അപ്പാരറ്റസിന് നമുക്ക് പ്രൈമറി ആക്സിസിൽ കൂടിയും റൊട്ടേറ്റ് ചെയ്യാം, സെക്കൻഡറി ആക്സിസിൽ കൂടിയും റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഒരു മോൾഡ് ഉണ്ടെന്നും പറഞ്ഞു. സോ ആഫ്റ്റർ ക്ലോസിങ് ദ മോൾഡ്, നമ്മൾ നമ്മുടെ മെറ്റീരിയൽ മോൾഡിൻ്റെ ഉള്ളിലേക്ക് ഇൻലെറ്റിൽ കൂടി ഇഞ്ചെക്റ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ മോൾഡിനെ ക്ലോസ് ചെയ്തു, എന്നിട്ട് മോൾഡിനെ ഹീറ്റ് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. So this molten plastic uniformly distributed inside along the entire surface cavity of the mold. ആ മോൾഡിൻ്റെ ഉള്ളിൽ മൊത്തമായിട്ട് നമ്മുടെ ഈ മോൾട്ടൺ ഹീറ്റ് ചെയ്തുല്ലോ, അപ്പോൾ മോൾട്ടൺ പ്ലാസ്റ്റിക് മെറ്റീരിയലായി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എൻറ്റയർ ആയിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ദെൻ ദ മോൾഡ് ഈസ് ചിൽഡ് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ അതിനെ ചില്ല് ചെയ്യുന്നു. വെൻ ഇറ്റ് ഈസ് അണ്ടർ റൊട്ടേഷൻ, പ്രൈമറി ആക്സിസും സെക്കൻഡറി ആക്സിസും റൊട്ടേഷൻ നടക്കുമ്പോൾ തന്നെ മോൾഡിനെ ചില്ല് ചെയ്യുന്നു. ദെൻ മോൾട്ടൺ പ്ലാസ്റ്റിക്, അപ്പോൾ മോൾട്ടൺ ആയിട്ടുള്ള പ്ലാസ്റ്റിക് എന്ത് സംഭവിക്കുന്നു? സോൾഡിഫൈ ചെയ്യുന്നു ഇൻ ദ ഷേപ്പ് ഓഫ് ദ സർഫസ് ക്യാവിറ്റി. സർഫസിലുണ്ടാകുന്ന ക്യാവിറ്റിയുടെ ഷേപ്പ് അനുസരിച്ച് നമ്മുടെ മോൾട്ടൺ പ്ലാസ്റ്റിക്കും സോൾഡിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ദ മോൾഡ് ഈസ് ദെൻ ഓപ്പൺഡ്, മോൾഡ് ഓപ്പൺ ചെയ്തിട്ട് പ്രോഡക്റ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ബോൾസ്, ഡോൾസോ അങ്ങനെയൊക്കെയുള്ള ഹോളോ ആർട്ടിക്കിൾസ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ പ്രൈമറി ആക്സിസിൽ കൂടിയും സെക്കൻഡറി ആക്സിസിൽ കൂടിയൊക്കെ അപ്പാരറ്റസിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ മോൾഡിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മെറ്റീരിയൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ചെയ്യുന്നു. അപ്പോൾ മോൾഡിനെ ക്ലോസ് ചെയ്യുന്നു. ദെൻ മോൾഡ് ഈസ് ചിൽഡ് ഇമ്മീഡിയറ്റ്ലി വെൻ ഇറ്റ് ഈസ് അണ്ടർ റൊട്ടേഷൻ. സോ ദ മോൾട്ടൺ plastic solidifies inside in the shape of the surface cavity, and then the mold is opened and the product is ejected out. So this method of rotational molding using a liquid material is known as slush molding. ഇനിയിപ്പോൾ ലിക്വിഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റൊട്ടേഷണൽ മോൾഡിംഗ് നടത്തണമെങ്കിൽ അതിനെയാണ് സ്ലഷ് മോൾഡിംഗ് എന്ന് പറയുന്നത്. സോ സ്ലഷ് മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പ്ലാസ്റ്റിസോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിസോൾ എന്ന് പറഞ്ഞാൽ ഈ പോളിമെറിക് റെസിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പേസ്റ്റി ഫോമാണ്. അതിൻ്റെ കൂടെ ചിലപ്പോൾ സ്റ്റെബിലൈസേഴ്സും കളറിങ് ഏജൻസും ഒക്കെ ആഡ് ചെയ്തിരിക്കും. സോ ദ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആർ ഫോഴ്സ്ഡ് എഗെയിൻസ്റ്റ് ദ ഇൻസൈഡ് ദ വാൾസ് ഓഫ് ദ ഹീറ്റഡ് മോൾഡ് ബൈ ടംബ്ലിംഗ് ആക്ഷൻ. അതിൻ്റെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഉണ്ടാവുന്നു. ആൻഡ് ദ പാർട്ട് ഈസ് കൂൾഡ് വൈൽ ഇറ്റ് ഈസ് സ്റ്റിൽ റൊട്ടേറ്റിംഗ് ആൻഡ് ദെൻ റിമൂവ്ഡ് ബൈ ഓപ്പണിംഗ് ദ മോൾഡ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ റൊട്ടേഷണൽ മോൾഡിങ്ങിൻ്റെ അതേപോലെ തന്നെ, പക്ഷേ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഇവിടെ പ്ലാസ്റ്റിസോൾസ് ആണ് നമ്മൾ സ്ലഷ് മോൾഡിങ്ങിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ലിക്വിഡ് മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് മെറ്റീരിയലിലെ സ്റ്റെബിലൈസേഴ്സും കളറിങ് ഏജൻസും ഒക്കെ യൂസ് ചെയ്തതായിരിക്കും. ഓക്കെ, ദെൻ റൊട്ടേഷണൽ മോൾഡിങ് ഇതുവഴി നമ്മൾ ലാർജ് പാർട്സ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ തിൻ വോൾഡ് മെറ്റൽ മോൾഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 പീസസ്. നമ്മൾ പറഞ്ഞല്ലോ, മോൾഡ് നമുക്ക് ഓപ്പൺ ചെയ്യാനും പറ്റും, ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പോൾ അത് 2 പീസുകളാണ് സാധാരണ ഈ മോൾഡിൽ ഉണ്ടാവുക. ദെൻ പ്രീ മെഷേർഡ് ക്വാണ്ടിറ്റി ഓഫ് പൗഡേർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് 2 ആക്സിസ്. ചിലപ്പോൾ മെഷർ ചെയ്ത എമൗണ്ട് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയിരിക്കും നമ്മളിതിൻ്റെ ഇൻലെറ്റിൽ കൂടെ കടത്തിയിട്ടുണ്ടാവുക. എന്നിട്ട് അത് 2 ആക്സിസിലും വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ദെൻ ദ ടിപ്പിക്കൽ പാർട്സ് പ്രൊഡ്യൂസ്ഡ്, ഇതുവഴി ഉണ്ടാക്കുന്ന പാർട്സ് വന്ന് ട്രാഷ് ക്യാൻസ്, ബോട്ട് ഹൾസ്, ബക്കറ്റ്സ്, ഹൗസിങ്സ്, ടോയ്സ്, ക്യാരിയിങ് കേസസ്, ഫുട്ബോൾസ്. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് ഈ മെത്തേഡ് വഴി നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. സോ ദിസ് അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് റൊട്ടേഷണൽ മോൾഡിങ്, അതായത് എക്സലൻറ്റ് സൊല്യൂഷൻ for producing hollow plastic parts including complex and varied shapes. അപ്പോൾ പല ഷേപ്സ്, കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പുകൾ പോലുമുള്ള ഹോളോ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എക്സലൻറ്റ് സൊല്യൂഷൻസ് ഉണ്ടാക്കാനായിട്ട് റൊട്ടേഷണൽ മോൾഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇത് ഇക്കണോമിക്കലാണ്. ബിക്കോസ് സ്റ്റാർട്ടപ്പ് കോസ്റ്റ് വളരെ കുറവാണ് വെൻ കമ്പയർഡ് ടു ഇഞ്ചക്ഷൻ മോൾഡിങ് ഓർ ബ്ലോ മോൾഡിങ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് വളരെ കുറവാണ്. അപ്പോൾ ഇക്കണോമിക്കലി മോർ ഇക്കണോമിക്കലാണ്. ഓക്കെ, ദെൻ പ്രൊഡ്യൂസസ് പാർട്സ് വിത്ത്
യൂണിഫോം വാൾ തിക്നെസ് ആൻഡ് നോ തിന്നിങ് ഇൻ ദ എക്സ്ട്രീമിറ്റീസ് ഓഫ് ദ മോൾഡ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന് ഓൾമോസ്റ്റ് യൂണിഫോം തിക്നെസ് ആയിരിക്കും. അല്ലാതെ എവിടെയെങ്കിലും കനം കുറയുക, ചില ഭാഗത്ത് കനം കൂടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ മെത്തേഡിൽ ഇല്ല, റൊട്ടേഷണൽ മോൾഡിങ്ങിൽ ഇല്ല. അപ്പോൾ കൂടുതൽ യൂണിഫോം ആയിട്ടുള്ള പാർട്സ് നമുക്ക് ഇതുവഴി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ദെൻ മേ ബി യൂസ്ഡ് ടു മോൾഡ് തെർമോ പ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. ഈ മെത്തേഡ് വഴി നമുക്ക് തെർമോ പ്ലാസ്റ്റിക്സും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സും ഒക്കെ ഉണ്ടാക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് റൊട്ടേഷണൽ മോൾഡിങ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമുക്ക് നല്ല എക്സെപ്ഷണൽ പുൾ ഔട്ട് സ്ട്രെങ്ത് ഒക്കെയുള്ള മോൾഡ്സ് നമുക്ക് ഇതുവഴി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഡബിൾ വോള് ഉള്ള മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ അഡീഷണൽ റിജിഡിറ്റി, നല്ല സ്ട്രെങ്ത് കിട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. ഡബിൾ വോൾ പാർട്സ് ഉള്ള സാധനങ്ങൾ നമുക്ക് ഇതുവഴി അഡീഷണൽ റിജിഡിറ്റിക്ക് വേണ്ടി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതായത് റോട്ടോ മോൾഡഡ് പാർട്സ് ആക്ച്വലി ഹാവ് ദെയർ തിക്കസ്റ്റ് വാൾ സെക്ഷൻസ് ഇൻ ദ ഔട്ട്സൈഡ് കോർണേഴ്സ് വെയർ ഡ്യൂറബിലിറ്റി ഈസ് ഓഫൺ കൺട്രോൾ. ഇപ്പോൾ ഇതിൻ്റെ തിക്നെസ്സൊക്കെ കൺട്രോൾ ചെയ്തതുകൊണ്ട് കുറേ കാലം ഡ്യൂറബിലിറ്റി ഉള്ളത്, കുറേ കാലം നിലനിൽക്കുന്നതായിട്ടുള്ള ടൈപ്പിലായിരിക്കും ഇതിൻ്റെ തിക്നെസ്സൊക്കെ വഴി നമുക്ക് തിക്നെസ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് പ്രോഡക്ട്സ് കിട്ടുന്നത്. ദെൻ സ്ട്രോങ് ഔട്ട്സൈഡ് കോർണേഴ്സ് വിത്ത് വെർച്വലി സ്ട്രെസ് ഫ്രീ പാർട്സ് ആർ ക്രിയേറ്റഡ്. അതായത് പുറം ഔട്ട്സൈഡ് കോർണേഴ്സൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ എത്ര സ്ട്രെസ് ഉണ്ടായാലും ആ സാധനങ്ങൾക്കൊന്നും കേടുപാട് വരില്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രെസ് ഫ്രീ പാർട്സ് ആണ് ഈ മെത്തേഡ് വഴി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് ഏത് ഓർഡറിലാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ 1 2 3 4 എന്നിട്ടിട്ട് ഓർഡർ ഞാൻ മെൻഷൻ ചെയ്യേണ്ട. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ റൊട്ടേഷണൽ മോൾഡിങ്ങിൻ്റെ ഈ ചിത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ഈ റൊട്ടേഷണൽ മോൾഡിങ്ങിൻ്റെ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ പാർട്സിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത്. ദെൻ സ്ലഷ് മോൾഡിങ്, ലിക്വിഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, സ്ലഷ് മോൾഡിങ് ആണ്. ദെൻ റൊട്ടേഷണൽ മോൾഡിങ്ങിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ പിന്നീട് പറയേണ്ടത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഇതും അഡ്വാൻറ്റേജസ് ആണ്, ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇത്രയാണ് പറയേണ്ടത്. ഇപ്പോൾ നോട്ട് ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് കൃത്യമായിട്ട് ക്ലാസ് കേട്ടതിന് ശേഷം നോട്ട്സ് നോക്കി പഠിക്കും. ഓക്കെ.